ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കലിങ്കാടി ഡിസൈനിൽ നമ്മളൊരു പെപ്ലം ടോപ്പിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളെല്ലാ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ ഷോൾഡർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കൈക്കുഴി 6.5 ഇഞ്ച്, ഷോൾഡർ 7 ഇഞ്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കൈക്കുഴി ഞാൻ 6.5 എടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ ഷേപ്പിൻ്റെ ലെങ്ത്ത് 12.5. നമുക്ക് ഈ ടോപ്പിന് ആവശ്യമായ ഇറക്കം 20 ഇഞ്ചാണ് വേണ്ടത്. അപ്പം നമ്മളൊരു 15.5 ഇഞ്ചിൽ കട്ട് ചെയ്തെടുക്കും. താഴത്തേക്ക് ഫില്ലായിട്ടാണ് ഇടുന്നത്. ഞാൻ എല്ലാം അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ചെസ്റ്റിൻ്റെ അളവ് 8.4, 8.4ൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ചെസ്റ്റ് വരുന്നത് 29.5 ഇഞ്ചാണ് കറക്റ്റ് ചെസ്റ്റ്. അതിൻ്റെ കൂടെ 3 ഇഞ്ചാണ് ഞാൻ കൂട്ടിയിട്ടുള്ളൂ. നന്നായിട്ട് ഷേപ്പ് വേണ്ട ആളാണ്. അതിന് 3 ഇഞ്ച് കൂടി 32.5 അതിൻ്റെ 32.5യുടെ 4 ഭാഗമാണ് 8.4. അതുപോലെ തന്നെ നമുക്കിവിടെ ഷേപ്പ് കിട്ടിയേക്കുന്നത് 24.5 ഇഞ്ചാണ്. 24 + 3 ഇഞ്ചാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ എനിക്ക് കിട്ടിയേക്കുന്ന 4 ഭാഗം 7.4 7.4 ഞാനിവിടെ അടയാളപ്പെടുത്തി. അതേ അളവിൽ തന്നെയാണ് നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് ഞാനെല്ലാം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം ആദ്യം നമ്മൾ ഇതിനു മുമ്പ് ചെയ്തതിൻ്റെ വീഡിയോയിലെല്ലാം പറയുന്ന പോലെ തന്നെയാണ്, ചുരിദാറിന് അളവെടുക്കുന്ന പോലെ തന്നെയാണ് ഈ ടോപ്പിനും 4ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം ചെസ്റ്റും നമ്മുടെ ഷേപ്പ് ലെങ്ത്തൊക്കെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അറിയില്ലാത്തവർ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ മുന്നിലത്തെ വീഡിയോ ഒക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഫ്രില്ലിന് വേണ്ട നമ്മൾ സ്ക്വയർ നെക്കാണ് അടയാളപ്പെടുത്തുന്നത്. ബാക്കിലേക്ക് ഞാനൊരു 4.5 ഇഞ്ച് സ്ക്വയർ ബാക്ക് നെക്ക്. ഫ്രണ്ടിൽ നമ്മളൊരു 6 ഇഞ്ചാണ് എടുക്കുന്നത്. ആദ്യം ബാക്ക് നെക്ക് കട്ട് ചെയ്യാം. അതിനുശേഷം നമ്മളിവിടെ മുറിയാത്ത ഭാഗങ്ങളായിരുന്നു 4ആയിട്ട് മടക്കി വെച്ചായിരുന്നു. അപ്പോൾ ഇവിടെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കണം. നമുക്ക് ഷോൾഡർ ഇത്രയും വേണ്ട, ഇത്രയും വീതി വേണ്ട. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്കിവിടെ ഒരു 4 ഇഞ്ച് അടിച്ചു പോകും. അതിനുശേഷം ഒരു 2.5 ഇഞ്ചൊക്കെ വീതി മതി. അപ്പോൾ ഇങ്ങനെ അടയാളപ്പെടുത്താം. ഇവിടെ നിന്ന് ഇങ്ങനെയാണ് വെട്ടിയെടുക്കേണ്ടത്. ഇനി ബാക്ക് വശം മാറ്റി വെച്ചതിന് ശേഷം ഫ്രണ്ട് നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഈ ഭാഗത്ത് നെക്ക് വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ വരച്ചെടുക്കുകയാണ്. അതിനുശേഷം ഇവിടേക്ക് ഒരു ഇഞ്ച് ഗ്യാപ്പിലോ അല്ലെങ്കിൽ 1.5 ഇഞ്ച് ഗ്യാപ്പിലോ നമ്മളിങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം. ഇത് സെയിം മെത്തേഡിൽ തന്നെ ബാക്ക് നെക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ നെക്കിൻ്റെ നല്ല
വശവും നമ്മൾ വെട്ടിയെടുത്ത നെക്കിൻ്റെ മോഡലുള്ള ആ പീസും കൂടി നല്ല വശം ചേർത്ത് വെച്ച് ഇങ്ങനെ അടിച്ചു പോകണം. കഴുത്തടിച്ചതിന് ശേഷം നമ്മളിങ്ങനെ ബാക്കിലോട്ട് മടക്കി വെച്ചതിന് ശേഷം ആ പീസ് ബാക്കിലോട്ട് മടക്കി വെച്ച് പതിച്ചടിക്കുകയാണ്. ബാക്ക് വശം നെക്ക് നമ്മളിങ്ങനെ വെച്ച് അടിച്ചു. അതിന് ശേഷം നമ്മളിവിടെ കട്ട് ചെയ്ത് കോർണറൊക്കെ കട്ട് ചെയ്ത് മറിച്ചെടുക്കണം. അതിനു മുമ്പ് നമ്മൾ ഫ്രണ്ട് ഫിനിഷ് ചെയ്തേക്കുന്ന ഫിനിഷിങ് ഇതിൻ്റെ ഇടയിൽ വെച്ചിട്ട് വേണം ഇങ്ങനെ അടിക്കാൻ. കവർ ചെയ്ത് അടിക്കുന്നതാണിത്. ഇതിൻ്റെ അകത്തോട്ട് ഫ്രണ്ട് നല്ല വശം ചേർത്ത് വെച്ച് അടിച്ചു പോകണം. ഷോൾഡർ ഇങ്ങനെ അടിച്ച് പോകണം. അപ്പോൾ നമ്മളിനി കൈ നമ്മൾ വയ്ക്കുന്നില്ല. അതിന് പകരമായിട്ട് കൈ അടിച്ച് മറിക്കാനായിട്ട് ക്രോസ് പീസ് നമ്മൾ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനി അടിച്ച് പിടിപ്പിക്കുകയാണ്. അതിങ്ങനെ വെച്ച് അടിച്ച് മറിച്ച് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ കൈ ഇങ്ങനെ അടിച്ചതിന് ശേഷം നമ്മൾ കാലേജ് വെച്ച് കൈ ഇങ്ങനെ അടിച്ചിട്ടുണ്ട് ക്രോസ് പീസ് വെച്ച്. അതിന് ശേഷം ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം കട്ട് ചെയ്ത് കൊടുക്കുന്നത് നല്ല വൃത്തിയായിട്ട് നമുക്ക് മടങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇങ്ങനെ മടക്കി അടിക്കുക. ഇങ്ങനെ അടിച്ചു പോവാം. അങ്ങനെ നമ്മുടെ ടോപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഫ്രണ്ടും ബാക്കും ഇങ്ങനെയാണ് നമ്മുടെ ടോപ്പിൻ്റെ ഫ്രണ്ട് നെക്ക്, ബാക്ക്. ഇങ്ങനെയാണ് നോക്കാം.